സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം, സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഓരോ മനുഷ്യനും ഓരോ നിയോഗമുണ്ട്. അതാവട്ടെ ദൈവനിവേശിതവുമാണ്. ജേക്കബ് തെക്കാമുറി അച്ഛനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കാൽപ്പാടായി ഈ ഭൂമിയിൽ ജീവിച്ച് മനോഹരമായി നമ്മോടൊത്ത് നമുക്ക് ചൈതന്യം പകർന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. പത്തനംതിട്ട ജില്ലയിലെ കൊല്ലമുള ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കൊച്ചു ജേക്കബ് ക്രൈസ്തവ മൂല്യങ്ങളിലും പാരമ്പര്യങ്ങളിലുമാണ് തൻ്റെ ബാല്യകൗമാരങ്ങളെ ചിട്ടപ്പെടുത്തിയത്. ഇടവകയുടെ ആധ്യാത്മിക കാര്യങ്ങളിലും ഏറെ അച്ഛൻ ശ്രദ്ധാലുവായിരുന്നു. അങ്ങനെ തികച്ചും ആകസ്മികമായി 35-ാമത്തെ വയസ്സിൽ കേവലം 5 കൊല്ലം മാത്രം ദൈർഘ്യമുള്ള തൻ്റെ ഇടവക സേവനങ്ങൾക്ക് തൽക്കാലം തിരശ്ശീലയിട്ട് തെക്കേ മുറിയച്ചൻ പ്രീസ്റ്റ് ഹോമിൽ വിശ്രമത്തിനെത്തി. പിന്നീട് അങ്ങോട്ടുള്ള നാളുകൾ മരുന്നിൻ്റെയും ഡയാലിസിസിൻ്റെയും കാലമായിരുന്നു. തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ വേളയിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിലൂടെ അദ്ദേഹത്തിന് കടന്നു വരേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ രംഗങ്ങളിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മരിച്ചവനെ പോലെയായി തീർന്ന ഒരവസരമുണ്ടായി. കുടുംബാംഗങ്ങളോടും മാതാപിതാക്കളോടുമൊപ്പം അച്ഛനെ ശുശ്രൂഷിക്കുന്നതിൽ ഞങ്ങളുടെ സന്യാസ ഭവനത്തിലെ സിസ്റ്റേഴ്സ് എല്ലാവരും ഏറെ ശ്രദ്ധിച്ചിരുന്നു. സ്കാനിംഗ് നടത്തുന്നതിന് വേണ്ടി കോയമ്പത്തൂരിലേക്കുള്ള ആംബുലൻസിൽ അച്ഛനെ കൊണ്ടുപോയ ക്ലേശകരമായ യാത്രയുടെ അവസാനത്തിൽ അച്ഛൻ ബോധരഹിതനായിത്തീർന്നു. ആ അവസരത്തിലെല്ലാം അച്ഛൻ്റെ മരണത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവിക പദ്ധതി മറ്റൊന്നായിരുന്നെന്ന് പിന്നീടുള്ള അച്ഛൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിനിടയിൽ ഡയാലിസിസിലെ പിഴവ് മൂലം ദൈവം മറ്റൊരു സമ്മാനം കൂടി അച്ഛന് കൊടുത്തു, ഹെപ്പറ്റൈറ്റിസ് ബി. എങ്കിലും ഈ പുരോഹിതൻ ദൈവഹിതത്തിന് വഴിപ്പെട്ട് പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ പ്രകാശം പരത്തി നിന്നു. ഏവർക്കും മാതൃകയായി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും നാം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേമുറിയിൽ അച്ഛൻ 23 വർഷങ്ങൾക്ക് മുമ്പ്
ഫോസ്റ്ററിങ് ഗോസ്പൽ മിനിസ്ട്രി എന്ന ഒരു സ്നേഹ കൂട്ടായ്മ രൂപീകരിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നായി പ്രാർത്ഥനാപൂർവം 50 പേരെ അച്ഛൻ തിരഞ്ഞെടുത്തു. എല്ലാ ആഴ്ചയിലും പ്രാർത്ഥനകളും മാസത്തിലൊരിക്കൽ ഉപവാസ പ്രാർത്ഥനയും ആരാധനകളും ധ്യാനങ്ങളുമൊക്കെ ആയിട്ട് അച്ഛന് ഞങ്ങളുടെ ഗ്രൂപ്പിനെ ശക്തമായി നയിച്ചു. തൻ്റെ രോഗാവസ്ഥയിലെ വിശ്രമത്തെ പ്രാർത്ഥനാപൂർവം ആചരിച്ച ജേക്കബ് അച്ഛൻ അധികം വൈകാതെ തന്നെ വീണ്ടും സജീവമായി. അങ്ങനെ 1997 മണിപ്പുഴ ക്രിസ്തുരാജ ദേവാലയം വികാരിയായി ചുമതലയേറ്റു. 20 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇവിടെ വികാരിയായിട്ട് 1 വർഷം ശുശ്രൂഷ ചെയ്തത്. അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ ഇന്നും ഇടവക ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിലുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാനയും അദ്ദേഹത്തിൻ്റെ ആരാധനയും അദ്ദേഹത്തിൻ്റെ വചന പ്രഘോഷണമൊക്കെ മനുഷ്യ മനസ്സുകളിൽ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുരണനങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷയോടുള്ള അദമ്യമായ ആവേശം എന്നും ഈ വൈദികനെ കൂട്ടായിരുന്നു. പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ആരാധന. ആഘോഷമായ തിരുപ്പട്ട ശുശ്രൂഷ നടത്തിയാൽ ഉണ്ടാകാമായിരുന്ന തുക ലാഭിച്ചെടുത്ത് പാവപ്പെട്ട ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുത്തുകൊണ്ട് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം അതാണ് ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിന്, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് കൂടുതൽ ചേരുന്നത് എന്നൊരു ചിന്ത അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ആത്മാവിൽ അഗ്നിയും ക്രൈസ്തവ പുരോഹിത ധർമ്മം എന്താണെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും നല്ല ആത്മവിശ്വാസവും പിൻബലമായിട്ട് നിർത്തിക്കൊണ്ടാണ് ഞാൻ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചത്. തിരുപ്പട്ടത്തിന് ആളുകളെ ക്ഷണിക്കുവാനായിട്ട് കുറിയടിക്കുന്നതിന് പകരം പുരോഹിതൻ എന്ന ഒരു ചെറു ഗ്രന്ഥം, ഒരു ബുക്ക്ലെറ്റ് അടിച്ച ആളുകൾക്ക് വിതരണം ചെയ്തുകൊണ്ട് വൈദിക ജീവിതം എന്താണ് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ എന്ന വിചിന്തനത്തിന് ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പട്ടശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. എൻ്റെ വൈദിക ജീവിതത്തിൽ വൈദിക ധർമ്മത്തെക്കുറിച്ചുള്ള ബോധ്യം അത് തിളങ്ങുന്ന കുർബാനക്കുപ്പായത്തിലോ അല്ലെങ്കിൽ ഒരു വൈദികൻ്റെ ലോഹയിലോ ആചാരപരമായ അവൻ്റെ കർമ്മങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമായ സ്ഥാനം അതിന് നൽകുന്ന, അതിൽ മാത്രമായി ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. മറിച്ച് വിശുദ്ധീകരിക്കുക, പ്രബോധിപ്പിക്കുക, നയിക്കുക എന്ന വൈദിക ധർമ്മം. ആളുകളെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളെ ദുശീലങ്ങളിൽ നിന്ന്, പാപാവസ്ഥയിൽ നിന്ന് വിടുവിച്ച് അവനെ വിശുദ്ധിയിലേക്ക് നയിക്കുക എന്നതാണ്. അതിനെന്താണ് മാർഗം എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നതും വൈദിക ജീവിതത്തിൽ എല്ലായിടത്തും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതും. മണിപ്പുഴയിൽ 1 കൊല്ലം തികയും മുമ്പ് തന്നെ രോഗം വീണ്ടും മൂർച്ഛിച്ചു. അങ്ങനെ 1998 കോഴിക്കോട് വെച്ച് അച്ഛനെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം മാറ്റിവെച്ച കിഡ്നി തകരാറിലായി. ഇക്കാരണത്താൽ തുടർന്നുള്ള 2 വർഷം ആശുപത്രിയുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയനായി. അങ്ങനെ അമിതമായ മരുന്നിൻ്റെ ഉപയോഗം മൂലം അസ്ഥികൾ ക്ഷയിച്ചു തുടങ്ങി. സഹന സൗരഭ്യങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ദൈവം ഒന്നൊന്നായി രോഗപുഷ്പങ്ങൾ സമ്മാനിച്ച് അച്ഛനിൽ സംപ്രീതനായി.
പിന്നീടുള്ള അച്ഛൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആക്റ്റീവ് ലൈഫിലേക്ക് പുറത്തിറങ്ങി വലിയ കാര്യങ്ങൾ, പ്രസംഗം, ക്ലാസ്സുകൾ, അജപാരണ ശുശ്രൂഷകൾ, അങ്ങനെയുള്ള മേഖലകളിലൊന്നും അച്ഛന് പോകാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അപ്പോഴെല്ലാം കഠിനമായ ശ്രദ്ധ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പുലർത്തേണ്ടത് ആവശ്യമായി വന്നു. ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ജാഗ്രതയോടുകൂടി സൂക്ഷിക്കേണ്ട സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രീസ്റ്റ് ഹോമിലേക്ക് താമസം മാറ്റുന്നു. അവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹം അല്പം പോലും മനസ്സും അടുക്കാതെ തികഞ്ഞ ഒരു ആത്മീയ സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഒരു ക്രോണിക് വൃക്ക രോഗിയാണ്. 130-220 പ്രഷർ അപ്പോൾ എനിക്കുണ്ട്. ബ്ലാഡറിനകത്തിലെ വലിയ വേദനയുടെ കാരണം എന്താണെന്ന് അവർക്ക് കണ്ടെത്താനായില്ല. പിന്നീട് അത് കണ്ടെത്തി. അതൊരു ലേസർ ഓപ്പറേഷനിലൂടെ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പരിഹരിക്കുകയും ചെയ്തു. പക്ഷെ അത് ബ്ലീഡിങ്ങിലൂടെയും എല്ലാം കോംപ്ലിക്കേറ്റഡായി വളരെയധികം കഷ്ടപ്പാട്, വേദന എനിക്ക് സമ്മാനിച്ചു. ആശുപത്രി കിടക്കയിൽ നിന്നും പ്രീസ്റ്റ് ഹോമിൻ്റെ ശാന്തിയിലേക്കെത്തിയ അച്ഛൻ മെല്ലെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. മരുന്ന് മണക്കുന്ന പ്രഭാതങ്ങളിൽ നിന്നും തൻ്റെ കൊച്ചു പൂന്തോപ്പിൻ്റെ ജൈവ സാന്നിധ്യത്തിലേക്ക് ഊന്നുവടിയുടെ സഹായത്തോടെ ഈ വൈദികൻ മെല്ലെ നടന്നു കയറി. ഈ പൂക്കളും ഫലങ്ങളും അച്ഛൻ്റെ തിരിച്ചുവരവിൻ്റെ അടയാളങ്ങളാണ്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ജീവിതത്തെ അഭിമുഖീകരിക്കുക. എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ ദൈവത്തോട് ആഴമായ സംഭാഷണത്തിൽ മുഴുകുക. ഇതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. ദൈവമേ, എൻ്റെ പദ്ധതികൾ തീരുന്നു, ഇനി എന്താണ് നിനക്ക് എന്നെക്കുറിച്ചുള്ള പുതിയ പദ്ധതി എന്ന ചോദ്യമാണ് ഞാൻ അവിടെ ഇട്ടത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് വാസ്തവത്തിൽ കഴിഞ്ഞ 24 വർഷങ്ങൾക്കിടയിൽ പിറന്നു വീണ എൻ്റെ 18 ഗ്രന്ഥങ്ങൾ. നീണ്ട വർഷങ്ങളുടെ വിശ്രമവേളകൾ അലസമായിരിക്കാൻ അച്ഛൻ ഒരുക്കമായിരുന്നില്ല. ഈ കാലയളവിലാണ് തൻ്റെ തൂലികയിൽ ദൈവാത്മാവ് നിരന്തരം ചലിച്ചതെന്ന് അച്ഛൻ ഉറപ്പുണ്ട്. സർഗവസന്തത്തിൻ്റെ ചിറകടി. ആ നാളുകളിലൊക്കെ അദ്ദേഹം തൻ്റെ കഴിവെല്ലാം ഇങ്ങനെയുള്ളൊരു ആത്മീയ രചനകളിലേക്ക് മാറ്റി. ധാരാളം നല്ല പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ തൂലികത്തുമ്പിലൂടെ ആ ആത്മീയ സാധനയുടെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്നു. ധാരാളം പതിപ്പുകൾ തന്നെ ഇറങ്ങിയ പുസ്തകങ്ങളുണ്ട്. ചില പുസ്തകങ്ങൾ വെളിപാടിൻ്റെ സമസ്യകൾ എന്നൊക്കെ പറയുന്നതിന് അവാർഡിന് അർഹമായ പുസ്തകങ്ങളാണ്. അങ്ങനെയുള്ള ധാരാളം എഴുത്തിൻ്റെ മേഖലയിലുള്ള വലിയ സംഭാവനകൾ, വിശ്വാസ മേഖലയിൽ തന്നെ വളർച്ച നൽകുന്ന വലിയ സംഭാവനകൾ നൽകാനായിട്ട് അച്ഛന് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. വെളിപാടിലെ സമസ്യകൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. വലിയ ശസ്ത്രക്രിയയെല്ലാം കഴിഞ്ഞ് വീണ്ടും കോംപ്ലിക്കേറ്റഡായി വീണ്ടും സർജറി ചെയ്തുകൊണ്ട് കിഡ്നിയെ വീണ്ടും ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് ICUയിലാണ് കിടക്കുന്നത്. വേദനകളൊക്കെ അല്പം ഒന്ന് ശമിച്ച സമയം, എങ്കിലും എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്ന സമയം. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഭാവിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അടുത്ത വർഷം ഈ സമയത്ത് ജീവിച്ചിരിക്കുമോ എന്നറിയില്ല, താമസിയാതെ വലിയൊരു ഓപ്പറേഷനുണ്ട്, ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? എൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ചത് വെളിപാട് പുസ്തകത്തെക്കുറിച്ച്, ആളുകൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും വിഷമമുള്ള ദുരൂഹത നിറഞ്ഞ ആ ഗ്രന്ഥത്തെക്കുറിച്ച്, അതിൻ്റെ ഓരോ സമസ്യകളും വ്യാഖ്യാനിച്ചുകൊണ്ട് നീ ഒരു ഗ്രന്ഥം എഴുതണം. തൻ്റെ രോഗപീഠാനുഭവങ്ങളുടെ വസന്തകാലത്ത് വിരിഞ്ഞ 18ഓളം പുസ്തകങ്ങൾ അച്ഛൻ ലോകത്തിന് സമ്മാനിച്ച മികച്ച സൃഷ്ടികൾ തന്നെയാണ്. പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചും മാതാവിനെ പറ്റിയും ബൈബിൾ വ്യാഖ്യാനങ്ങൾക്കുമൊപ്പം ഭൗതികതയിലെ മൂല്യവത്തായ ചിന്തകൾ നൽകുന്ന ഗ്രന്ഥങ്ങളും ഈ മലർവാടിയിൽ മുട്ടിട്ടവയാണ്. നോക്കുക, അതീവ ഗൗരവമായ ഒരു കാര്യമാണ് ദൈവനോട് ആവശ്യപ്പെടുന്നത്. ഞാൻ സമീപത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വെളിപാടിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, അതിൻ്റെ മൂലഭാഷയിൽ അതിനെല്ലാം വിവരിച്ച് വ്യാഖ്യാനിക്കുന്ന പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചു തുടങ്ങി. അവയുടെ നോട്ടുകൾ കുറിച്ചെടുത്തു. അങ്ങനെ
പോകുന്ന വഴിയിൽ ഇടയ്ക്ക് ഞാൻ എൻ്റെ വായനയൊക്കെ നിർത്തി. കാരണം ഒരുപക്ഷെ ഞാൻ മരിച്ചു പോകും എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഫിഷഗുരന്മാർക്ക് തന്നെ എന്നിലുള്ള എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയായിരുന്നു. പക്ഷേ ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഞാൻ വീണ്ടും അത് തുടർന്നു. ആ പുസ്തകമാണ് പിന്നീട് ആലുവ പോണ്ടിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും നല്ല ദൈവശാസ്ത്രകൃതിക്കുള്ള അവാർഡ് ലഭിച്ച വെളിപാടിലെ സമസ്യയായി പറഞ്ഞു വീഴുന്നത്. അപ്പം ദൈവം എപ്പോഴും നമ്മളെ കൊണ്ട് അതിമഹത്തായ പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. അതൊരു പക്ഷേ നാം പോസ്റ്റ് ഓപ്പറേറ്റീവിലായിരിക്കാം, ICUവിലായിരിക്കാം, മൂത്രം പോകാൻ ട്യൂബ് ഇട്ടത് കയ്യിലിരിക്കുന്നു, അത് തടവായതുകൊണ്ട് വയറ് കഴിഞ്ഞ ട്യൂബ് അതും കയ്യിലിരിക്കുന്നു, നടക്കാൻ വയ്യാതെ ആളുകൾ പിടിച്ചു കൊണ്ടുപോയി കുളിപ്പിച്ച് തിരിച്ചു കയറ്റിക്കൊണ്ടുവരുന്നു. ഇങ്ങനെ നടക്കുന്നതിനിടയിൽ തലയണയൊക്കെ പൊക്കി വെച്ച് പുസ്തകമെടുത്ത് വെച്ച് വായിച്ച് അതിൻ്റെ കുറിപ്പുകളൊക്കെ എടുത്ത് അത് നീ അങ്ങനെ ചെയ്യുക എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ ഇത് ഫലവത്താകുമോ? അത് ഫലവത്തായി. അതാണല്ലോ അതിനൊക്കെ അവാർഡ് വരിക. അങ്ങനെ എത്രയോ പുസ്തകങ്ങൾ, അവസാനം എലോഹിമിൻ്റെ പാദമുദ്രകൾ വരെ. കവിതകളും നോവൽ സാഹിത്യവും കൂടി തനിക്ക് അനായാസമായി വഴങ്ങുമെന്ന് കാലം കൊണ്ട് അച്ഛൻ പിന്നീട് തെളിയിച്ചു. അതിനുള്ള അംഗീകാരങ്ങൾ തന്നെ തേടി വന്നപ്പോൾ ഈ വൈദികൻ ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. ഒരു നോവൽ എന്ന നിലയിൽ വലിയ ഹോംവർക്കുണ്ട് ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ. ഈ നോവൽ വായിച്ചു വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഇതൊരു എപ്പോഴും ഇതൊരു നോവൽ തന്നെ, ചിലപ്പോഴൊക്കെ ഒരു ട്രാവലോഗിൻ്റെ സ്വഭാവം, ചിലപ്പോഴൊരു എൻസൈക്ലോപീഡിയ പോലെ, ചിലപ്പോൾ വലിയ തരത്തിലുള്ള ചരിത്ര അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്ന ഒരു ഇതെന്നല്ല. ഇത്രയും വിഭവങ്ങൾ എങ്ങനെ സമാഹരിച്ചു? അതൊരു വലിയൊരു ടാസ്ക് അല്ലായിരുന്നു? അത് ഒരു 2-3 വർഷം നീണ്ടു നിന്ന ഒരു ഗവേഷണമാണ്. പുസ്തകങ്ങളിലൂടെയും നെറ്റിലൂടെയും എല്ലാം നടത്തിയ ഗവേഷണം വഴി അതിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, അതിൻ്റെ സമകാലിക മതപരമായിട്ടുള്ള വിശ്വാസ ആചാരങ്ങൾ അവയെല്ലാം കൃത്യമായിട്ട് പഠിച്ച് ആണ് ഈ നോവൽ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ചിലപ്പോഴൊക്കെ ഒരു വലിയ ഒരു ഭാഷ കവിതയിലേക്ക് പോകുന്നു. ഇമേജുകൾ, വാക്കുകൾ കൊണ്ട് ഇമേജുകൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ ആ നിലയ്ക്ക് പലപ്പോഴും ഭാഷയുടെ ഒരു മനോഹാരിത കൊണ്ടും യാത്രാവിവരണം എന്ന നിലയിൽ ഒരു സ്ഥലത്ത് പോയ പ്രതീതി പലപ്പോഴും പല ഇതിലും കാണാനായിട്ട് സാധിക്കും. യാക്കോബിൻ്റെ ഒരു യാത്രയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ ഇപ്പം പാദം ഹാരാൻ എന്ന് പറയുന്ന സ്ഥലമൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ അത്തരത്തിലുള്ള ഒരു അനുഭവം, ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഒരു കണ്ട, അവിടെ കേട്ട, അവിടുത്തെ മണങ്ങൾ പോലും വളരെ സൂക്ഷ്മമായിട്ട് അവിടുത്തെ മണങ്ങളും വെട്ടങ്ങളും അവിടുത്തെ കാലാവസ്ഥയും ഇതൊക്കെ അനുഭവിപ്പിക്കുന്ന രീതിയിലാണ് പുസ്തകം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിലെ വിവരണങ്ങളൊക്കെ അങ്ങനെയാണ്. ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം അബ്രാഹമാകട്ടെ, ഇസഹാക്കാകട്ടെ, യാക്കോബാകട്ടെ, പ്രത്യേകിച്ച് യാക്കോബ് പ്രകൃതിയെ വളരെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളാണ്. ആടുകളെ മേയ്ക്കുന്നത് മാത്രമല്ല, അതിൻ്റെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് സ്നേഹിച്ച്, അതുകൊണ്ട് ഇതിനകത്ത് തീർച്ചയായിട്ടും പ്രകൃതി വർണ്ണന, അതിനകത്ത് ഓരോന്നിനും സൂക്ഷ്മമായി കാണുന്നത് എല്ലാം വളരെ സ്വാഭാവികമായി കഥാപാത്രം തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ കഥാപാത്രത്തെ അവതരിക്കുമ്പോൾ അവിടെ സ്വഭാവം ആയതുകൊണ്ട് അതങ്ങനെ കവിതയായി വല്ല അങ്ങനെ ഭാഷ വരികയാണ്. മലയാളത്തിലെ ആദ്യത്തെ നോവലായ ഇന്ദുലേഖയെക്കുറിച്ച് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. ഇന്ദുലേഖയുടെ 18ാമത്തെ അധ്യായം ആ നോവലിനൊരു പക്ഷേ ആവശ്യമില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ശപിക്കപ്പെട്ട 18ാമത്തെ അധ്യായം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ നോവലിൽ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്ന അധ്യായങ്ങളാണ് 26 തൊട്ട് ഉള്ള 30 വരെയുള്ള അധ്യായങ്ങൾ. അവിടെ ഹാസ വല്യപ്പനും, അവിടെ പ്രമേയപരമായിട്ടൊന്നും പുതിയതായിട്ടൊന്നും സംഭവിക്കുന്നില്ല, ഡയലോഗ്സാണ്. ഹാസ വല്യപ്പനും യാക്കോബും തമ്മിലുള്ള സംവാദം. ഈ സംവാദത്തിനിടയിൽ ഇസ്രയേലിൻ്റെ ഒരു ദൈവസങ്കല്പത്തിൻ്റെ അനന്യതയ്ക്ക് അടിവരയിടുകയാണ് ചെയ്യുന്നത് ഈ അധ്യായങ്ങളിൽ. ഈ നോവൽ മൊത്തത്തിൽ എഴുതപ്പെട്ടത് ഒരുപക്ഷെ ഈ 4-5 അധ്യായങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. വളരെ ശരിയാണ്. കാരണം നോവലിൻ്റെ കേന്ദ്ര പ്രമേയം, പല പ്രമേയങ്ങളുണ്ട്, പക്ഷേ കേന്ദ്ര പ്രമേയം എലോഹിമിൻ്റെ പാദമുദ്രകൾ, എലോഹിമിൻ്റെ ഏകദൈവത്തിൻ്റെ, അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ അധ്യായങ്ങളിലാണ്. മറ്റു മതങ്ങളെല്ലാം അവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാം എടുത്ത് പരിശോധിച്ച്
ഹാസോ യാക്കോബിന് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ആ അധ്യായങ്ങൾ ആ നാടിൻ്റെ മുഴുവൻ ചരിത്രം, അനേക രാജ്യങ്ങളുടെ മുഴുവൻ ചരിത്രം ആവിഷ്കരിക്കപ്പെടുന്ന മനോഹരമായ ഒരു ചരിത്രാഖ്യായയുടെ ഭാഗമായിട്ടും അതിനു വേണ്ടിയിട്ട് ഒരുപാട് കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഏണസ്റ്റ് ഹെമിംഗ്വേയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഏതോ നിരൂപകൻ പറഞ്ഞ ഒരു അഭിപ്രായം, ഈസ് ദ സ്പൈ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ചാരനാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്നത് പോലെ ഈ ഒരുപക്ഷെ ഈ നോവല് ഈ പറയുന്ന 4 അധ്യായങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നടത്തിയ ഒരു ചാരവൃത്തിയാണ് ഈ നോവലെന്ന് പറയേണ്ടി വരും. ശക്തനായ ഒരു ഏകദൈവ വിശ്വാസം, എലോഹിം, അങ്ങനെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയല്ല ബൈബിളിലെ ആ ഭാഗത്തെ ഏറ്റവും വലിയ പ്രമേയം. ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ സ്പൈ ഓഫ് ഗാഡ് എന്ന് പറയുന്നതിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമാണ്. സാഹിത്യ സൃഷ്ടിയാണെങ്കിലും എൻ്റെ വൈദിക പ്രവൃത്തിയുടെ ഭാഗം കൂടാണിത്. അങ്ങനെ അതുകൊണ്ട് വിശേഷിപ്പിക്കാവുന്ന ഈ രോഗാവസ്ഥകൾ, കെ.പി. അപ്പനെ പോലുള്ളവർ പറയുന്ന രോഗം മനസ്സിൻ്റെ ഇരുട്ട് നിറഞ്ഞ മുറികളെ വിശാലമാക്കും, പുതിയ ലോകങ്ങൾ കാണിച്ചു കൊടുക്കും, ഉൾവെളിച്ചങ്ങൾ പകർന്നു കൊടുക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അനുഭവം, ഈ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയ ആ ഒരു അനുഭവങ്ങൾ ഈ നോവലിന് കുറേയേറെ വെളിച്ചം കൂടുതൽ സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വാസ്തവത്തിൽ ഈ നോവലിലെ കഥാപാത്രങ്ങൾ ആരും രോഗികളല്ല, പക്ഷെ കഠിനമായ മാനസിക പീഡകളിലൂടെ, വലിയ കഷ്ടപ്പാടുകളിലൂടെ പോയ ആളുകളാണ്. പലരും അന്ധര്, പലരും മക്കളില്ലാത്തവർ. യാക്കോബിൻ്റെ സ്ഥിതി എന്ന് പറയുന്ന യാക്കോബിൻ്റെ വലിയ ദൈവാനുഭവങ്ങൾ ഏറ്റവും സ്വയം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അദ്ദേഹം ഷക്കേമിലൊക്കെ പോയി കിടക്കുന്ന ആ ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിൽ അവിടെയാണ് ദൈവത്തിൻ്റെ വലിയ അനുഭവം. ആ ബഥേൽ അനുഭവമൊക്കെ വളരെ വലിയ അനുഭവമാണ്. ജീവിതം മുഴുവൻ സംഘർഷഭരിതമാണ്. അപ്പോൾ ആ സങ്കടങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് ശക്തിയായിട്ട് മാറുകയാണ്. കാരണം ദൈവവുമായി അയാൾ ദൈവം അയാളെ സഹായിക്കുന്നതായിട്ട് വരികയും കൂടിയാണ്. അതാണ് നോവലിൻ്റെ ഒരു പ്രത്യേകത. കാരണം മനുഷ്യന് യാതൊരു മാർഗമില്ലാത്തടത്ത് മാർഗം തെളിച്ച് ദൈവം വരുന്ന ഒരു അനുഭവമാണ് ഈ നോവലിലെ കഥാപാത്രങ്ങളിലെല്ലാം കാണുന്നത്. ഈ എഴുത്തും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഈ പറയുന്ന 400 പേജ് മിച്ചമുള്ള ഈ നോവൽ എഴുതുമ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലും നോവൽ എഴുത്ത് വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ എഴുത്ത് ഈ രോഗം കാരണം നിന്നു പോകുന്ന അവസ്ഥകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇല്ലില്ല. ഈ നോവലിൻ്റെ കാര്യത്തിൽ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ എഴുത്തായിരുന്നു. പിന്നെ അതൊരു ഒഴുക്കായിരുന്നു. ഒരു 9 മാസം കൊണ്ട് നോവൽ എഴുതി തീർന്നു. പക്ഷേ ഇതിന് ബാക്ക്ഗ്രൗണ്ട് വർക്കെന്ന് പറയുന്നത് ഇച്ചിരി ദീർഘകാലം എടുത്തു. അതൊരു ദൈവകൃപ എന്ന് വേണേൽ പറയാം. അപ്പോൾ ഈ യാക്കോബിൻ്റെ ഓട്ടം പോലെ ഒരു വലിയ ഓട്ടം, യാക്കോബ് ഒരിടത്തും പിന്തിരിഞ്ഞ് നോക്കുന്നില്ല, യാക്കോബ് ഓടുകയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ആയിരുന്നു ഈ എഴുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യം, ഈ നോവലിൻ്റെ ഒരു 2ാം ഭാഗം എന്ന് തോന്നുന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു നോവൽ ജർമ്മൻ ഭാഷയിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ട്. തോമസ് മാൻ്റെ മാജിക് മൗണ്ടൻ എഴുതിയിട്ടുള്ള തോമസ് മാൻ്റെ ജോസഫ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് എന്ന് പറയുന്ന നോവൽ. ഈ തോമസ് മാനെ കുറിച്ച് പറയുമ്പോഴത്തേനും യൂറോപ്യൻ സാഹിത്യത്തിൽ ഈ രോഗത്തിൻ്റെ, പ്രത്യേകിച്ച് ക്ഷയരോഗം അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ രോഗത്തിൻ്റെ പൂക്കൾ ഇത്രയും വാരി വിതറിയ വേറൊരു എഴുത്തുകാരനില്ല. അപ്പം അച്ഛൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു പൂർവ്വഭാഗം എന്ന് പറയാവുന്ന ഒരു നോവലാണിപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു കൗതുകരമായിട്ടുള്ള ഒരു 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 ചേർച്ചയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. നല്ലൊരു നിരീക്ഷണമാണ്. ഈ നോവല് ആദ്യന്തം അമൃതമയം എന്ന് പറയാം. വായനക്കാരനെ ഇത് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കും. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ തളരാതെ മുന്നേറാനായിട്ട് പ്രേരിപ്പിക്കും. ഒരുപാട് വിവരങ്ങളുണ്ട്, ചരിത്രമുണ്ട്, സംസ്കാരമുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്, സൂക്ഷ്മ നിരീക്ഷണങ്ങളുണ്ട്. അവിടെ വിരിയുന്ന ചെറിയ പുഷ്പങ്ങളുടെ ഗന്ധങ്ങളും വരെ ഈ നോവലിലുണ്ട്. അപ്പം ഇത്തരം ഒരു വലിയ നോവൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വലിയ ഒരു സംഭാവന തന്നെയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള സംഭാവനകൾ ഉണ്ടാവട്ടെ. വായനക്കാരൻ എന്ന നിലയിൽ ഇനിയും അച്ഛനിൽ നിന്ന് മറ്റ് ബൈബിൾ കഥാപാത്രങ്ങളുടെ മൗനങ്ങളെ പൂരിപ്പിച്ചുകൊണ്ടുള്ള വിശാലമായ എഴുത്തുകൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുകയാണ്. ബൈബിൾ കേന്ദ്രീകൃതമായിട്ടുള്ള സാഹിത്യ രചനകൾ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും ദൈവം അതിനുള്ള കൃപ തരുവാണെങ്കിൽ. തെക്കാമറ രചനമായി
ഒരു ചികിത്സകൻ എന്ന നിലയിൽ എനിക്ക് ദീർഘകാലമായ പരിചയമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഞാൻ അത്ഭുതകരങ്ങൾ നോക്കുന്നത് ഒരു വിശ്വവിജ്ഞാനകോശം എന്ന നിലയിലാണ്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈവൻ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ ഉപനിഷത്തുകളെ പറ്റിയാണെങ്കിലും ബൈബിൾ വായിച്ചുള്ള സംശയങ്ങളാണെങ്കിലും അത് ഒരു ഫോൺ കോൾ മതി, അദ്ദേഹം ഉടൻ തന്നെ അതിൻ്റെ ആൻസർ പറയും. നമ്മൾ നെറ്റ് നോക്കണ്ട, സെർച്ച് ചെയ്യേണ്ട യാതൊരു കാര്യവും വരുന്നില്ല. എഴുത്തിനൊപ്പം വീണ്ടും കുറച്ചു കാലം പെനുവേൽ ഇമാനുവേൽ ധ്യാന കേന്ദ്രത്തിൻ്റെ ആത്മീയ ഗുരുവായി സ്ഥാനമേറ്റു. ഈ കാലത്താണ് ധ്യാന കേന്ദ്രത്തിൻ്റെ സമസ്ത മേഖലയിലും ദൈവിക പുരോഗതി ഉണ്ടാവുന്നത്. അച്ഛൻ ആദ്യമായിട്ട് ധ്യാനിപ്പിക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ ഇന്ന് കാണുന്ന ഈ കെട്ടിടങ്ങൾ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ ഒരു ധ്യാന ഹോൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അച്ഛൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് അതിന് സീലിങ്ങും ഒക്കെ ഇട്ട് അത് നല്ല ഭംഗിയാക്കി എടുത്തു. അതുപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അച്ഛന് താമസിക്കാനായിട്ടുള്ള ഒരു ചെറിയ കെട്ടിടം ആദ്യം ഉണ്ടാക്കി. അതിനുശേഷം ധ്യാനിപ്പിക്കാൻ വരുന്നവർക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും താമസിക്കാനായിട്ട് പ്രത്യേകം കെട്ടിടങ്ങളുണ്ടാക്കി. അതെല്ലാം ചെറിയ തോതിൽ അച്ഛൻ അതെല്ലാം ക്രമീകരിച്ച് അങ്ങനെ ശരിയാക്കുകയാണ് ചെയ്തത്. വീണ്ടും മരുന്നിൻ്റെ പാർശ്വഫലമായി ഉണ്ടായ കടുത്ത ശ്വാസകോശ രോഗത്തെ തുടർന്ന് ചികിത്സയിലേക്കും വിശ്രമത്തിലേക്കും മടങ്ങി. പക്ഷേ അച്ഛൻ്റെ തൂലിക ഇപ്പോഴും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവാനുഗ്രഹത്തിൻ്റെ സർഗസൃഷ്ടികൾ ഒന്നൊന്നായി ഈ വൈദികനിൽ നിന്ന് ഇന്നും ചൊരിയപ്പെടുന്നു, സർഗസംഗീതം പോലെ. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം